എല്ലാവർക്കും സമാധാനം. ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ 2-3 ദിവസങ്ങളായി ഈ റജി നാരായണൻ എന്ന് പറയുന്ന ഒരു ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, അതിനോടൊപ്പം പാസ്റ്റർ, അതിനോടൊപ്പം ഗായകൻ ഒക്കെയായ ഒരു വ്യക്തിയുടെ ഒരു പാട്ട് കേട്ടു. ഏലിയാവിൻ ദൈവം. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ പാട്ടുകളാണ് ഈ തീ പോലെ ഇറങ്ങണമേ എന്നൊരു ലേഡി പാടിയ പാട്ട്. ആ പാട്ടിനെതിരെ ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ വഴി പ്രതികരിച്ചിരുന്നു. എൻ്റെ കഴിഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ അത് പ്രതികരിച്ച ശേഷം 1,00,000 പേര് കണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനുശേഷം പിന്നെ വേറെ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ് എന്നൊരു പാട്ട്, അത് ഭയങ്കരമായ ഹിറ്റാണ്. അതിൻ്റെ ഒന്നും അർത്ഥങ്ങളൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവും. പുള്ളി എന്തൊക്കെയോ ഭാവനയിൽ എഴുതുന്നു, അത് ആരൊക്കെയോ പാടുന്നു, അതെല്ലാം കൊണ്ട് ക്ലിക്കാവും. അതുപോലെ ഈ ഒരു പാട്ടും, ഈ ഏലിയാവിൻ ദൈവം എന്നൊരു പാട്ടും ഞാൻ കേൾക്കുവാനിടയായി. ആ പാട്ട് കേട്ടപ്പോൾ അത് ഏലിയാവിൻ ദൈവം എന്ന് പറയാം. ആ ദൈവത്തിൻ്റെ പേര് എന്താണെന്ന് അദ്ദേഹം പറയുന്നില്ല. ഇടയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ പേരൊക്കെ പറയുന്നു, എങ്കിലും ആ ദൈവം ഏലിയാവിൻ ദൈവം എന്ന് പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഫോൺ ചെയ്തു, ചോദിച്ചു ഏലിയാവിൻ്റെ ദൈവം ആരാണ്. അദ്ദേഹം പറയുന്നു യേശുവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കേട്ടു, ഏലിയാവ് ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു, യേശുക്രിസ്തു ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ഏലിയാവൊക്കെ ജീവിച്ചിരുന്നത് ഏകദേശം 4000 വർഷത്തോളം മുമ്പാണ്. യേശുക്രിസ്തു ജനിച്ചിട്ട് 2060 വർഷമേ ആയുള്ളൂ. അപ്പോൾ ഈ ഒരു കണക്ക് നോക്കുമ്പോൾ ഏലിയാവിൻ്റെ ദൈവം യേശുക്രിസ്തുവില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് വേറൊരു ചോദ്യം ചോദിച്ചതെന്ന് പറഞ്ഞാൽ, പെന്തക്കോസ്തുകാരുടെ ദൈവം തൃത്വമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ഒരു ദൈവസങ്കല്പമാണ് പെന്തക്കോസ്തുകാരുടെ എന്ന് പറയുന്നു. ഇപ്പോൾ ഇദ്ദേഹം പെന്തക്കോസ് പാസ്റ്ററും ഗായകനും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ ഈ ഇദ്ദേഹം പറയുകയാണ് ഈ ഏലിയാവിൻ്റെ ദൈവം യേശുവാണ്. ഞാൻ അദ്ദേഹത്തെ നേരിട്ടൊന്ന് ഫോണിൽ വിളിച്ചു. ഫോൺ അദ്ദേഹം എടുത്തു, സംസാരിച്ചു. ആ സംസാരിച്ച വിഷയങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഈ ഏലിയാവിൻ്റെ ദൈവം ആരാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഗോഡ് ബ്ലസ് യു. ഹലോ, നമസ്കാരം. നാരായണൻ സാറാണോ? അതെ, ഞാൻ എന്റെ പേര് അജിത്ത് എന്നാണ്. ഞാൻ ഈ കൊല്ലത്ത് നിന്ന് വിളിക്കുകയാണ്. താങ്കളുടെ പാട്ടൊക്കെ കേൾക്കുന്ന ഒരാളാണ്. ഞാൻ ഇപ്പൊ അടുത്ത ആളല്ലേ ഒരു പാട്ട്, ആൽബത്തിലെ പാട്ട് കേട്ടു. അത് ഏലിയാവിൻ ദൈവം എന്നുള്ള പാട്ട്. ആ പാട്ടിനെ കണ്ടതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അല്ലെ, ഒരു സംശയമാണ്. ഞാൻ അതിൽ ഏലിയാവിൻ ദൈവം, യേശാവിൻ ദൈവം എന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ പേരെന്താണെന്ന് പറയുന്നില്ല. അതാണ് ഞാൻ വിളിക്കാൻ കാരണം. ദൈവത്തിന്റെ പേര് അല്ല, ഏലിയാവിൻ ദൈവം എന്ന് പറഞ്ഞിട്ട് ആ ദൈവത്തിന്റെ പേര് പറയുന്നില്ല അതില്. ഏലിയാവിന്റെ ദൈവം അങ്ങനെ ദൈവമുണ്ട്. അല്ല, ആ ദൈവത്തിന്റെ പേര് അത് ആ പാട്ടിൽ പറയുന്നില്ല. അതാണ് വിളിക്കാൻ കാര്യം. ദൈവത്തിന് പ്രത്യേകിച്ച് പേരൊന്നും വേണ്ട. ഏലിയാവിന്റെ ദൈവം ദൈവമാണ്. ഹലോ, കേട്ടൂടാ? ഏലിയാവിന്റെ ദൈവത്തിന്റെ പേര് ലാസ്റ്റിൽ പറയുന്നുണ്ട് യേശു. യേശുവാണ് ഏലിയാവിന്റെ ദൈവം. ഇപ്പൊ യേശു ജനിച്ചിട്ട് 2060 വർഷമല്ല ആള്. അപ്പൊ ഏലിയാവിന് എത്ര വർഷം മുമ്പുള്ള ആളാണ്? ആ ദൈവം യേശുവായിട്ട് ജനിച്ചതാണല്ലോ. അത് എനിക്ക് മനസ്സിലായി. ഞാൻ ബൈബിള് വായിക്കുന്ന ഒരാളാണ്. എന്റെ പേര് അജിത്ത് എന്നാണ്. ഞാൻ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാ. ബൈബിള് വായിച്ചിട്ട് ഇങ്ങനെയുള്ള പാട്ടുകളും ചില പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് സംശയം, എന്താണ് ശരിക്കും ബൈബിളാണോ ശരി, അതോ ഇങ്ങനത്തെ പാട്ടുകളാണോ ശരി, അല്ലെങ്കിൽ ആൾക്കാരുടെ പ്രസംഗമാണോ ശരി എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് ബൈബിൾ ശരിക്കും വായിച്ചാൽ മതി. എല്ലാ കൺഫ്യൂഷനും. ബൈബിള് വായിച്ചപ്പോൾ യേശു ജനിച്ചിട്ട് 2060 വർഷം ആയിട്ടുള്ളൂ
എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ ഏലിയാവ് എത്രയോ വർഷം മുമ്പുള്ള ആളാണ്. അപ്പൊ നിങ്ങൾ ശരിക്കും ബൈബിൾ വായിച്ചിട്ടില്ല. അല്ല, അത് പറഞ്ഞു തന്നപ്പാ, ഞാൻ ചോദിക്കാനാണ് വിളിച്ചത്. പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. അങ്ങനെ ബൈബിൾ വായിച്ചാൽ അവർക്ക് മനസ്സിലാവും. ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതാണല്ലോ ഈ 2000 വർഷമായിട്ടും സുവിശേഷം ഇങ്ങനെ പവറായിട്ട് ഇരിക്കുന്നത്. ഇതിന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ലല്ലോ. വേദപുസ്തകത്തിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, മനുഷ്യൻ തെറ്റി, ആ മനുഷ്യനെ വീണ്ടെടുക്കാൻ അതേ ദൈവം കന്യകയിൽ ജാതനായി ഒരു മനുഷ്യവേഷത്തിൽ യേശുവായി ഭൂമിയിൽ അവതരിച്ചു. ഒറ്റ വാക്കിൽ ഇത്രയുള്ള ആൻസർ. അല്ല, അങ്ങനെ അതിന്റെ റെഫറൻസ് തരാൻ പറ്റും? അത് ഏത് ഭാഗത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എല്ലായിടത്തും ഉണ്ട് ബൈബിൾ. മനസ്സിലാക്കാൻ പറ്റും. ഒരെണ്ണം നന്നായി. യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ ദൈവം സത്യം നിറഞ്ഞവനായി ഭൂമിയിൽ ജനിച്ചു. അയ്യോ, അത് ഈ സ്നാപക യോഹന്നാൻ ദൈവത്തെയും ദൈവവചനത്തെയും കുറിച്ച് ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുന്ന സുവിശേഷത്തിന്റെ ഭാഗം. അത് യോഹന്നാൻ സംസാരിക്കുന്ന കാര്യം. യോഹന്നാൻ ഇസ്രായേൽ ദേശത്ത് അവരുടെ സുവിശേഷം അറിയിക്കുന്ന ഒരു ഭാഗമല്ലേ അത്? യോഹന്നാൻ 1-ാം അധ്യായം. അതാ സുവിശേഷം സത്യം. അല്ല, അതിന് യേശുവായിട്ട് എന്ത് ബന്ധം? പിന്നെ സുവിശേഷം കാര്യമായിട്ടുള്ള ബന്ധോ? യേശുവിനെ കുറിച്ചുള്ളതാണ് സുവിശേഷം. അങ്ങനെ ബൈബിള് പറയുന്ന അങ്ങനല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ പാപിയായ ഒരു മനുഷ്യൻ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപമാണെന്നും ആ പാപം എന്നുള്ളത് ന്യായപ്രമാണത്തിൽ കൂടിയും പ്രവാചക പുസ്തകങ്ങളിൽ കൂടിയും ദൈവം പറഞ്ഞ കൽപ്പനകൾ ലംഘിക്കുന്നതാണെന്നും അത് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ അവനെ പാപിയാണെന്നും ആ പാപത്തിന്റെ ശിക്ഷ മരണമാണെന്നും എന്നാൽ ആ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനമായ രക്ഷ നേടുവാൻ അവൻ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ടാൽ അവന് പാപമോചനം ലഭിക്കും എന്നുള്ള സന്ദേശം പറയുന്നതാണ് സുവിശേഷം എന്നാണല്ലോ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് യേശുല്ല, യോഹന്നാനല്ലേ ആ സംഭവം പറഞ്ഞു. യേശു ആ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് പാപമോചനം നേടിയ വ്യക്തിയല്ലേ യേശു. ഞാൻ ബൈബിള് വായിച്ച കാര്യങ്ങള് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 വേദപുസ്തകങ്ങളിലും യോഹന്നാന്റെ കീഴിൽ യേശു പാപമോചന സ്നാനം സ്വീകരിച്ചു എന്ന് സാറ് ബൈബിൾ വായിക്കുന്നു. സാറ് അവിടെ ഇവിടെ എന്തെങ്കിലും കോട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ട് അതിനൊന്നും ആൻസർ തരാൻ പറ്റില്ല. ബൈബിളിൽ പച്ചയ്ക്ക് എഴുതിയിട്ടുണ്ട്. ബൈബിൾ ഒന്നുകൂടെ വായിക്കും. ഞാൻ അതിൽ സാറിന്റെ ചോദിച്ചത് ഇവിടെയാണ് സാർ പറഞ്ഞ കാര്യം. അത് ഞാൻ റെഫറൻസ് തരുന്നു, സാറ് റെഫറൻസ് തരുന്നില്ല. ഞാൻ റെഫറൻസ് ബൈബിളിലുണ്ട്. ബൈബിൾ പുതിയ റെഫറൻസ് പറഞ്ഞത് യോഹന്നാൻ 1-ാം അധ്യായം എന്നുള്ളത് സ്നാപക യോഹന്നാൻ ഇസ്രായേൽ ദേശത്തോട് സുവിശേഷം സാക്ഷീകരിക്കുന്നതല്ലേ? അതൊരു 5-ാമത്തെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ആ ബൈബിള് മൊത്തം വായിക്കും. ഞാൻ ബൈബിള് മൊത്തം വായിച്ചിട്ടിരിക്കുന്നവനാണ്. അതോ നിങ്ങളെടുക്കുക ഒരു റെഫറൻസ് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് എനിക്ക് ഞാൻ ഇത് പഠിക്കുന്ന ആളോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവും. സാറത് പറയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അത് പറയാൻ ശ്രമിക്കണ്ട. നമുക്ക് ബൈബിള് വായിക്കാത്ത ഞാൻ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ? ഇല്ല സാറേ, എനിക്ക് സമയമില്ല. അല്ല, പെന്തക്കോസ്തുകാരുടെ ദൈവം തൃത്വമില്ലേ? ആ തൃത്വ ദൈവവും ഏലിയാവിന്റെ ദൈവമായിട്ട് എന്ത് ബന്ധമാണ്? സാർ ബൈബിള് വായിക്കൂ. പുതിയ നിയമം, മത്തായി. ഏലിയാവ് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്റെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവോട് ചേർന്ന ഒരു തൃത്വമാണെന്ന് ഏലിയാവ് ഒരിടത്തും പറഞ്ഞില്ല. ഞാൻ സാറേ, ഈ നമ്മളെ ജനിപ്പിച്ച അപ്പനും അമ്മയും ഉണ്ടല്ലോ. ഉണ്ട്. അവര് നമ്മളെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ അവരെ അപ്പനും അമ്മയെന്നൊക്കെ നമ്മൾ വിളിക്കുന്നേ. പക്ഷെ നമ്മൾ കണ്ടില്ലല്ലോ അവര് നമ്മളെ ജനിപ്പിക്കുന്നത്. നമുക്ക് ആർക്കാണോ ഒക്കില്ലല്ലോ. ഇത് തന്നെയാണ് അപ്പൊ ഇതുപോലാണ് ദൈവത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളുടെ ആൻസർ. അതാണ് അതിന്റെ മറുപടി. സംശയം ചോദിക്കുമ്പോൾ അത് സാറ് പറയണ്ടോ? അങ്ങനെയില്ല, സാറ് ചോദിച്ചു അങ്ങനില്ല, ഇങ്ങനില്ല, അങ്ങനില്ല, അങ്ങനില്ല, ഇങ്ങനില്ല എന്ന് പറഞ്ഞാൽ യോഹന്നാനിൽ അങ്ങനെ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ സാറ് പറയുന്ന കാര്യം ഇല്ല. ഉണ്ട് സാറേ, ബൈബിൾ വായിച്ചു സാറേ. അങ്ങനെ ഇല്ല സാറേ, അത് യോഹന്നാൻ പറയുന്ന സുവിശേഷമാണ് സാറേ. അത് യേശുവായിട്ട് ഒരു ബന്ധമില്ല സാറേ. അതൊക്കെ യേശുവൊക്കെ പറയുന്നത് യേശുവിനെ കുറിച്ച് പറയുന്ന സാറേ സുവിശേഷം ഒരിക്കലല്ല. അങ്ങനെ ഒരു വാക്യം ബൈബിളിലില്ല സാറേ. സുവിശേഷം സാറേ, ഞാൻ ഒരു മനുഷ്യന് പാപിയാണെന്ന് പറഞ്ഞവന് മാനസാന്തരപ്പെടണ്ടേ? യേശുവിനെ പറ്റി പറഞ്ഞ ഏത് മനുഷ്യനാണ് മാനസാന്തരം ഉണ്ടാവണം? അപ്പൊ പാപം എന്താണെന്ന് അറിയണ്ടേ? എങ്ങനെ ഞാൻ യേശുവിനെ അറിഞ്ഞ് എന്റെ രോഗവും എന്റെ പാപത്തിൽ നിന്നും ക്ഷമ കിട്ടി
ദൈവത്തെ കണ്ടവനാണ് ഞാൻ. അങ്ങനെ അനുഭവം അനുഭവിച്ചു. അതിപ്പോ സാറിനോടൊന്നും അക്ഷരം കൊണ്ടൊന്നും പറഞ്ഞ മനസ്സിലാകത്തില്ല. ഇപ്പൊ ഈ അടി കിട്ടിയിട്ട് വേദനിക്കുന്നവന്റെ വേദന. ഞാൻ അരി ആഹാരം കഴിക്കുന്ന മനുഷ്യനാണ്. സാറും അരി ആഹാരം കഴിക്കുന്ന ആളാണെങ്കിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ മനസ്സിലാകാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇത് പുസ്തകം വായിച്ച് പഠിക്കണം. ഞാൻ പുസ്തകം വായിച്ചതിന്റെ പേരിലാണ് ഈ പാട്ട് കേട്ടത് ചോദിക്കുന്നത്. സാർ വായിച്ചിട്ടില്ല. സാർ വായിച്ച ഈ ചോദ്യം ചോദിക്കത്തില്ല സാറ്. സാർ കുറച്ച് സമയം എടുത്ത ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ചോദ്യം ഏലിയാവിന്റെ ദൈവവും സാറ് ബന്ധം എങ്ങനെ? ഞാൻ യേശുവിനെ അറിഞ്ഞ് എന്റെ രോഗവും എന്റെ പാപത്തിൽ നിന്നും ക്ഷമ കിട്ടി ദൈവത്തെ കണ്ടവനാണ് ഞാൻ. അങ്ങനെ അനുഭവം അനുഭവിച്ചു. അതിപ്പോ സാറിനോടൊന്നും അക്ഷരം കൊണ്ടൊന്നും പറഞ്ഞ മനസ്സിലാകത്തില്ല. ഇപ്പൊ ഈ അടി കിട്ടിയിട്ട് വേദനിക്കുന്നവന്റെ വേദന. ഞാൻ അരി ആഹാരം കഴിക്കുന്ന മനുഷ്യനാണ്. സാറും അരി ആഹാരം കഴിക്കുന്ന ആളാണെങ്കിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ മനസ്സിലാകാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇത് പുസ്തകം വായിച്ച് പഠിക്കണം. ഞാൻ പുസ്തകം വായിച്ചതിന്റെ പേരിലാണ് ഈ പാട്ട് കേട്ടത് ചോദിക്കുന്നത്. സാർ വായിച്ചിട്ടില്ല. സാർ വായിച്ച ഈ ചോദ്യം ചോദിക്കത്തില്ല സാറ്. സാർ കുറച്ച് സമയം എടുത്ത ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ചോദ്യം ഏലിയാവിന്റെ ദൈവവും സാറ് ബന്ധക്കോസാണ്. ബന്ധക്കോസിലെ പാസ്റ്ററാണ്, ഒരു പാട്ട് എഴുത്തുകാരനാണ്, സാറ് ഒരു സംഗീത സംവിധായകനാണ്, സാർ ഒരു ഗായകനുമാണ്. ആ രീതിയിൽ സാറിനോട് ഈ ഏലിയാവിന് തൃത്വം എന്നൊരു ദൈവവും ഇല്ല. അപ്പൊ സാറ് പാടിയത് സാറിപ്പോ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്. ഞാൻ പറയുന്നതോ സാറ് പറയുന്നതോ അല്ല, ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് വിഷയം. ബൈബിള് ഞാൻ വായിച്ചിട്ട് ചെയ്താ സാറേ. എല്ലാവർക്കും ഒരു ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ബൈബിൾ ഇപ്പൊ സാർ മുസ്ലിം ആണോ? എന്റെ പേര് അജിത് എന്നാണ്. അപ്പൊ ഞാൻ ഏത് ഭാഗമായിരിക്കും? സാറിന് അപ്പൊ മുസ്ലിം സമുദായം തെറ്റാണ് സാറിന് പറയാൻ പറ്റുമോ? സാറിന് അറിയത്തില്ല എന്നുള്ളതല്ലേ. മുസ്ലിം മതം ആയാലും ഹിന്ദു മതമായാലും നമുക്കറിയാൻ വയ്യാത്ത ക്രിസ്ത്യൻ മതമായാലും മതം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ അഭിപ്രായം എന്നാണ്. ഞാൻ മതം എന്നല്ല പറയുന്നത്. ഇവിടെ നമ്മുടെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോകത്തിൽ ഇഷ്ടം പോലെ മതങ്ങളും ആദർശങ്ങളും ആശയങ്ങളും ഉണ്ട്. എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല, മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് മനസ്സിലാക്കി തന്നാലേ എനിക്ക് മനസ്സിലാവും. മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലായെന്ന് പറയാൻ പറ്റും. അപ്പൊ അത് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഇറങ്ങിയാലേ പറ്റൂ. അല്ല പെട്ടെന്നൊരു കാര്യം മനസ്സിലായി. ഇപ്പം സായിപ്പ് ഇംഗ്ലീഷ് പറയുന്ന പോലെ സാറിന് പറയാൻ പറ്റത്തില്ല. അപ്പം സായിപ്പിന് ഒരിക്കലും ഞാൻ പറയും പോലെ മലയാളവും പറയാൻ ഒക്കില്ല. പറ്റില്ല. അപ്പം ഇതിനകത്തൂടെ വന്നെങ്കിൽ മാത്രമേ അത് പറയാൻ പറ്റൂ. അല്ല ഒറ്റ അടിക്ക് ഞാൻ പറയുന്ന പോലെ പറ. നിസ്സാര ചോദ്യം ഞാൻ ചോദിച്ചത്. പറയുന്നത് ഞാൻ കറക്റ്റ് ആൻസറാ പറയുന്നത്. സാറ് പറയുന്ന ഒറ്റ അടിക്ക് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ അടിക്ക് സാഹിബിനെ കൊണ്ട് മറ്റു മലയാളം പറയിപ്പിക്കുന്ന പോലെ അതിന്റെ റൂട്ടിൽ കൂടെ കയറി വരണം സാറേ. അതാ പറഞ്ഞത് ഗോ ആൻഡ് റീഡ് ദ ബൈബിൾ. അല്ല നിങ്ങൾ ഞാൻ ബൈബിൾ റീഡ് ചെയ്യാനാണ് സാറിനോട് ചോദിച്ചത്. സാറ് പറഞ്ഞു റെഫറൻസ് സാറ് യോഹന്നാന്റെ 1-ാം അധ്യായം പറയുന്നത്. അതിന്റെ എന്ത് ബന്ധം? സാറേ ഞാൻ പറഞ്ഞ ആൻസർ ഇത് തന്നെയാണ്. കറക്റ്റ് ആൻസർ ഞാൻ പറഞ്ഞത്. എനിക്ക് എനിക്ക് തോന്നുന്നത് സാഹിബിനെ കൊണ്ട് കേരളത്തിലെ മറ്റു മലയാളം പറയിപ്പിക്കാൻ നോക്കുന്ന പോലാണ്. അതേസമയം അവൻ കുറച്ചു നാൾ ഇവിടെ താമസിക്കട്ടെ, ബംഗാളി കൂടെ വന്നിട്ട് മലയാളം പറയുന്നുണ്ടോ? അപ്പൊ അതിന് സമയമെടുക്കും. ഒറ്റയടിക്ക് ബംഗാളിയെ പിടിച്ചിട്ട് മലയാളം പറയണമെന്ന് പറഞ്ഞെങ്കിലിരിക്കും. അതുകൊണ്ട് സാറ് പറഞ്ഞത് ഗോ ആൻഡ് റീഡ് ദ ബൈബിൾ. ഞാൻ ഒരു 15 വർഷമായിട്ട് റീഡ് ചെയ്യാണ്. ഞാനൊരു വേറെ സാറേ ഞാൻ മനസ്സിലായി സാറ്. ഞാനൊരു അസംബ്ലീസ് ഓഫ് ഗോഡ്, ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡ്, ഇന്ത്യ പെന്തക്കോസ്ത് സഭ, IGC ഇന്റർനാഷണൽ ഗോസ്പൽ ചർച്ച് എന്ന 3 പെന്തക്കോസ്ത് സഭയിൽ നിന്ന ഒരു വ്യക്തിയാണ്. അവിടെ നിന്നതുകൊണ്ട് അവിടെ പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ സാറേ ഞാൻ പറയാം. അവിടെ പഠിപ്പിക്കുന്ന ഈ 3 പെന്തക്കോസ്ത് സഭയിലും പഠിപ്പിക്കുന്ന ഉപദേശം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പാസ്റ്ററേയും അവരുടെ സെൻട്രൽ പാസ്റ്ററേയും ഉപദേശിച്ചിട്ട് അവർക്ക് മറുപടി തരാൻ പറ്റാത്ത ഒരാളുണ്ട്. ഞാൻ ആ വിഭാഗത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണ്. സാരമില്ല. ഓക്കെ സാറേ, ദൈവം സാറിനെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, എനിക്ക് സാറേ ജോലിയുണ്ട്.